പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭയിലെ ഏറ്റവും സുപ്രധാന തിരുനാൾ ദിവസങ്ങളിൽ ഒന്നാണിന്ന്. ഈശോയുടെ ഉയർപ്പിന്റെ 40-ാം ദിവസം, ഈശോ സ്വർഗത്തിലേക്ക് കയറേറിയ സ്വർഗാരോഹണ തിരുനാൾ ഇന്ന് സഭയിൽ ആചരിക്കുന്നു. പുരാതന കാലം മുതലേ കടമുള്ള ദിവസമായിട്ട് ആചരിച്ചു വന്ന ഒരു പ്രത്യേക അനുഗ്രഹ ദിവസമാണിന്ന്. സാധിക്കുന്ന എല്ലാവർക്കും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ദേവാലയത്തിലെ പ്രാർത്ഥനകളിൽ പങ്കുചേരാനും ഒക്കെ പ്രത്യേകം പരിശ്രമിക്കാം. ഇന്ന് ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള തിരുവചന വായനകളാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നതും. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. നമ്മളിവിടെ പ്രത്യേകമായി ധ്യാനാത്മകമാക്കി ചിന്തിക്കുന്ന ഒരു കാര്യം, ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോയതിന് ശേഷം ശിഷ്യന്മാര് ശക്തിയുള്ളവരും സന്തോഷമുള്ളവരും ഭയമില്ലാത്തവരുമായി കാണുന്നു. ഈശോ അവരുടെ കൂടെ ഇപ്പോൾ ശാരീരികമായി ഇല്ല. ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ശിഷ്യന്മാർ സന്തോഷത്തോടെ തിരിച്ച് ജെറൂസലേമിലേക്ക് പോരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അവർ പിന്നീട് ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ കഴിയുകയും ചെയ്തു. എന്നാൽ ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നില്ല അവർക്ക്. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ പറഞ്ഞു കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ടു വിശ്വസിച്ചു. എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ഭയവും ഭീതിയും ഒക്കെ നിലനിന്നിരുന്നു. അവര് കതകടച്ച് എപ്പോഴും ഇരിക്കാനാണ് അവിടെ ശ്രദ്ധിച്ചിരുന്നത്. അവർക്ക് ആരും ഒരുപക്ഷെ സഹായത്തിനില്ല എന്നൊരു ചിന്തയൊക്കെ അവരെ അലട്ടിയിരുന്നുവെന്ന് അവരുടെ ചിന്താഗതികൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നു അവരെന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം, എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പോകണം, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി കൃത്യമായി പറയുന്നു. ഈശോ അത് കൽപ്പനകളായിട്ടും അനുസരിക്കാൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളായിട്ടും ഈശോ അവർക്ക് നൽകുന്നു. ആ കൂടെ ഈശോ പറയുന്നു, നിങ്ങളിത് കൽപ്പിക്കുകച്ചത് അതേപടി ചെയ്യുമ്പോൾ, അനുസരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. തിരുവചനം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു, ശിഷ്യന്മാരുടെ ഓരോ സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങളിലും ഈശോ അടയാളങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞ കാര്യം സ്ഥിരീകരിച്ചു. ശിഷ്യന്മാരുടെ ഭയമില്ലായ്മയ്ക്ക് കാരണം അതാണ്. ഈശോ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്തപ്പോൾ അതിലെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ, ദൈവം അടയാളങ്ങളിലൂടെ അവർ പറയുന്ന കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്നത് കണ്ടപ്പോൾ ഈശോ അവരുടെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം അവർക്കുണ്ടായി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമുക്കും ഈശോ ഇതേ നിർദ്ദേശങ്ങൾ തന്നെ ഉയർത്തെഴുന്നേറ്റ ഈശോ സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നൽകിയ അതേ നിർദ്ദേശങ്ങൾ നമുക്കും ഇന്ന് ഈ ലോകത്തിൽ പാലിക്കാനുള്ളതാണ്. നമ്മൾ ഈ കൽപ്പനകൾ, ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങൾ കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട് ഇടപെടുകയും ഓരോ കാര്യങ്ങളെയും സ്ഥിരീകരിച്ച് ഉറപ്പിക്കുകയും ചെയ്യും. നമുക്കും ദൈവത്തെ ഇന്ന് അനുഭവിക്കാനും ദൈവ സാന്നിധ്യം കൂടുതലായി ഉറപ്പിക്കാനുമുള്ള ഒരു വഴി ഈശോ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ നമ്മളും ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങ് സ്വർഗാരോഹണം ചെയ്തത് ഞങ്ങളും ഒരു നാൾ സ്വർഗത്തിലേക്ക്, ദൈവപിതാവിന്റെ പക്കലേക്ക് മടങ്ങി വരേണ്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകുന്നു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അങ്ങയെ കൂടുതൽ അനുഭവിക്കുവാനും അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് മനസ്സിലാകാനുമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൽപ്പനകളും നിർദ്ദേശങ്ങളും പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ അനുസരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങ് അത്ഭുതങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ വാക്കുകളെയും മറ്റുള്ളവരുടെ മുമ്പിൽ സ്ഥിരീകരിക്കുമല്ലോ. അതാണ് അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതിന് ഞങ്ങൾക്ക് ഉറപ്പ്. കർത്താവെ, ഈ ദിവസത്തെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.